ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ വഴികളും അടയുമ്പോൾ ഞാനീ പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോയി ഈ പറയുന്ന ചില വഴിപാടുകൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെ ചെയ്തവർക്ക് പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞു തരാൻ കാര്യം, കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സാപ്പിലൊരു മെസ്സേജ് ചെയ്താൽ അവർ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി ഞാൻ പറഞ്ഞ ലളിതമായ ഒരു വഴിപാട് ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അവർ മോളിന്ന് ഓസ്ട്രേലിയയിലാണ്, അപ്പോൾ നല്ല നിലയിൽ രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ അത് അവരുടെ ഒരു അവസ്ഥ ഭയങ്കര മോശം അവസ്ഥയായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യും. അത്തരത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങളത് ഏത് ക്ഷേത്രത്തിലാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ലളിതമായ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്നു. പിന്നെ നമ്മളൂടെ പ്രയത്നിക്കണം, അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മളുടെ പാതി നമ്മൾ ഫുൾ എഫേർട്ട് എടുത്ത് പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പോൾ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. അതായത് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നോക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന ആ രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ, വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ മാത്രമേ പറയാറുള്ളൂ. അത് ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒന്നും മാറ്റം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, അതിനോടൊപ്പം പരിശ്രമിക്കേണ്ടി വരും, പ്രയത്നിക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അത് ആ വഴിപാട് ആവർത്തിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ ദേവത, ശരനൂൽ രഹസ്യങ്ങൾ, ശിവവിദ്യകൾ. ഞാൻ പറയുന്ന ശിവവിദ്യ വേറെ ആരും പറഞ്ഞു തരത്തില്ല. അതുപോലെ ഭദ്രകാളി രഹസ്യങ്ങൾ, എല്ലാം നല്ല കാര്യങ്ങൾ. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സാപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. പുതിയതായിട്ട് ഓരോ ദിവസവും വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങൾക്കിപ്പം സാമ്പത്തികമായിട്ട് എല്ലാ വഴികളും അടങ്ങും. നമുക്കൊരു രക്ഷയില്ല. നമുക്ക് പല കാര്യങ്ങൾ, പണ്ട് ഞാനൊരു കോൺട്രാക്ടർ എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. ഇവിടെ ഇരുന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് എല്ലാ വഴികളും അടങ്ങും. അവസാനം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്ത് അദ്ദേഹത്തിന് ഒരു വഴി തുറന്നു കിട്ടി. നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ജോലി ചെയ്യാതെ വീട്ടിൽ ഇരുന്നാലോ, പരിശ്രമിക്കാതെ വീട്ടിൽ ഇരുന്നാലോ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അപ്പം അദ്ദേഹം വഴിപാട് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു മാർഗം തുറന്നു കിട്ടി. ഒരാൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു ഉയർച്ചയിലേക്ക് വരാനൊക്കെ പറ്റി. ഹെൽപ്പ് ചെയ്ത ആൾക്ക് തിരിച്ച് അതിനെല്ലാം പറ്റി. ആ ഹെൽപ്പ് ചെയ്ത ആൾക്ക് പിന്നീട് അതെല്ലാം റിക്കവറി ആ സാമ്പത്തികം സ്വന്തമായി ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി. നമ്മളിപ്പോൾ ഒരാൾ ഒരു ഹെൽപ്പ് ചെയ്താലും നമുക്ക് സാമ്പത്തികം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. പക്ഷേ ഈ ഒരു വഴി, ഏതെങ്കിലും ഒരു മാർഗം നമുക്ക് തുറന്നു കിട്ടുക എന്നുള്ള പ്രധാന ഘടകമാണ്. എന്ന് കരുതി നമ്മളെപ്പോഴും മറ്റുള്ളവർ സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ പരിശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഈശ്വരൻ തരും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനുള്ള പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ചെയ്ത ഞാൻ വാട്സപ്പിൽ പറഞ്ഞല്ലോ, മെസ്സേജ് ചെയ്ത് അവർ മോള് ഓസ്ട്രേലിയയിലൊക്കെ പോയി രക്ഷപ്പെട്ടു. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കോൺട്രാക്ടറുടെ അത് പറഞ്ഞ കാര്യം അത് ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. പെട്ടെന്ന് നമുക്കൊരു മാർഗം, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഈശ്വര സഹായം, പിന്നെ നമ്മൾ തന്നെ പ്രയത്നിക്കണം. നമ്മളൊരു മാർഗ്ഗം ഈശ്വരൻ കാണിച്ചു തരത്തേ ഉള്ളൂ. പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. ഈശ്വരൻ ഒരു ബുദ്ധി മനസ്സിൽ തോന്നിച്ചു തരും, അല്ലെങ്കിൽ ഒരു മാർഗം തോന്നിച്ചു തരും. പ്രവർത്തിക്കേണ്ടത് എപ്പോഴും നമ്മളാണ്. അതുകൂടി ഓർത്തുകൊള്ളുക. അപ്പോൾ അങ്ങനെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഞാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ചിലർക്ക് ചെയ്യാൻ പറ്റും, ചിലർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഞാൻ ഒരാൾ ചെയ്യണമെന്നോ പറയത്തില്ല. അത് പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക.
എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ എന്ത് ചെയ്താലും അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം, പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. ഇതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. കാരണം സത്യസന്ധമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ അതിന് ഉള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണം. അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ച വൈകിട്ട് ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിച്ചുകൊണ്ട്, നെയ്വിളക്ക് തെളിയിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നടക്കി വെക്കണം. മന്ത്രം ഇതാണ്: ഓം ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്ത്ര പ്രചോദയാത്. ഒന്നുകൂടെ പറയുക: ഓം ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്ത്ര പ്രചോദയാത്. ഇത് നിങ്ങളിത് ഭക്തിയോടെ, വിശ്വാസത്തോടെ, മനഃശുദ്ധിയോടെ ഇത് ജപിച്ച് നെയ്വിളക്ക് തെളിയിച്ചിട്ട് ഇത് മനസ്സിലെ വാഗൊണ്ട ജപിക്കാം. ജപിച്ചിട്ട് ഭഗവാൻ എനിക്കൊരു ജീവിതമാർഗം നൽകണേ. നിങ്ങളിത് ജപിക്കുന്നതിൽ അക്ഷരത്തെറ്റുണ്ടായാൽ പോലും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സ് അവിടെ ചെന്നാൽ മതി. അവിടെയാണ് കാര്യം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അപ്പോൾ നിങ്ങളിത് ഭഗവാനുള്ള ഭക്തിയിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളിത് ജപിച്ച് മനസ്സുകൊണ്ടോ വാഗൊണ്ടോ ജപിക്കാം. എന്നിട്ട് നെയ്വിളക്ക് തെളിയിച്ച് നിങ്ങൾ ഭഗവാൻ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, ഭഗവാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, കോടിക്കോടി നന്ദി, എനിക്കൊരു ജീവിതമാർഗം നൽകണേ ഭഗവാനെ എന്ന് ആ മനസ്സ് ഭഗവാനെ ലയിച്ച് നടക്കി വെക്കുക. അതിനുശേഷം ഞായറാഴ്ച രാവിലെ വീണ്ടും അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അയ്യപ്പസ്വാമിക്ക് ഒരു നെയ്വിളക്ക് ഇതുപോലെ തന്നെ തെളിയിച്ച ശേഷം ആ അയ്യപ്പ ക്ഷേത്രത്തിലെ സർപ്പത്തിൻ്റെ നട വരണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. അതാണ് ഓസ്ട്രേലിയയിൽ പോയി അവർ ചെയ്തത്. അപ്പോൾ ഈ അയ്യപ്പസ്വാമിക്ക് വൈകുന്നപാട് ശനിയാഴ്ച ചെയ്തതാണ് കോൺട്രാക്ടർ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതി ചെയ്താൽ ഫലം കൂടുതലാണ്. അപ്പോൾ ഞായറാഴ്ച രാവിലെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ശനിയാഴ്ച ചെയ്യാൻ പറഞ്ഞ് ചെയ്യുക. എന്നിട്ട് ഞായറാഴ്ച രാവിലെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഇതുപോലെ തന്നെ ഒരു നെയ്വിളക്ക് തെളിയിച്ചിട്ട് സർപ്പത്തിൻ്റെ നട വരണം. എല്ലാ ക്ഷേത്രത്തിലും സർപ്പത്തിൻ്റെ നടയുണ്ടല്ലോ. ആ സർപ്പത്തിൻ്റെ അവിടെ വന്നിട്ട്, സർപ്പം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഒരു ഇതിന് വെളിയിലായിരിക്കും മിക്കവാറും സർപ്പത്തിൻ്റെ. അപ്പോൾ ആ സർപ്പത്തിൻ്റെ ആ ഭാഗമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സർപ്പത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരു മൺചിരാതിനകത്ത് അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് ആ സർപ്പത്തിൻ്റെ അവിടെ, ആ സർപ്പത്തിൻ്റെ ആ പടിക്കെട്ടിനകത്തോട്ട് വെക്കരുത്, പടിക്കെട്ടെ കത്തിച്ച് വെച്ച് എനിക്ക് സാമ്പത്തികം നൽകണം, എനിക്കൊരു ജീവിതമാർഗം നൽകണം, എന്നെ രക്ഷപ്പെടുത്തണം, പൂർണ്ണ വിശ്വാസത്തോടെ നാഗരാജാവിനോട് പ്രാർത്ഥിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയും നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടല്ല പ്രാർത്ഥിക്കുന്നെങ്കിൽ വെറുതെ സമയം കളയാന്നുള്ളൂ. അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്തിനാ വെറുതെ സമയം കളയുന്നത്? എനിക്ക് ഇപ്പം നിങ്ങൾ പറ്റുന്നവർ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അത് നല്ലതായിട്ട് ചെയ്യാമെന്നുള്ളവർ ചെയ്യുക, അല്ലാത്തൊരു ചെയ്യണ്ട. എന്തിനാ സമയം വെറുതെ കളയാന്നുള്ളൂ. അല്ലാത്തൊരു വഴിക്ക് പോട്ടെ. ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ നാഗരാജാവ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞായറാഴ്ചകളിൽ ആവർത്തിക്കുക. ഇനിയിപ്പോൾ ശനിയാഴ്ച വൈകിട്ട് അയ്യപ്പസ്വാമിക്ക് ചെയ്യാവുന്ന നെയ്വിളക്ക് പറ്റുന്നവർ ചെയ്യുക, ഇല്ലേ കുഴപ്പമില്ല. ഞായറാഴ്ച മാത്രമുള്ള കാര്യം ചെയ്താലും മതി. മനസ്സിലാകുന്നുണ്ടോ? ഇത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുമെന്നുള്ളതാണ്. ഇങ്ങനെ രക്ഷപ്പെട്ട കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ മനസ്സിലായത്. എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും മെസ്സേജ് കിടപ്പുണ്ട്. അവരുടെ മെസ്സേജുകളൊക്കെ ഇപ്പോഴും ഉണ്ട്, കിടപ്പുണ്ട്. അത് അനുഭവങ്ങളാണ്. ജീവിതങ്ങൾ മാറിയ കാര്യമാണ്. അല്ലെ ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. അനുഭവങ്ങളാണ്. എത്രയോ ജീവിതങ്ങൾ മാറിയ കാര്യമാണ്. ഈ അയ്യപ്പസ്വാമിയെ കൊണ്ട് കുറേ രഹസ്യങ്ങളുണ്ട്. തകർന്ന ബിസിനസ്സുകൾ അല്ലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അയ്യപ്പസ്വാമിയുടെ പുലിപ്പുറത്തല്ലാതിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് വെച്ച് അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു തട്ടത്തിൽ കർപ്പൂരം വെച്ച് കർപ്പൂരം കത്തിച്ച് ഈ ഓം ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്ത്ര പ്രചോദയാൻ. ചിലർ ശാസ്ത്രാന്നും ശാസ്ത്രമെന്ന് ജപിക്കും. അതൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ പറയുന്ന തന്നോ ശാസ്ത്ര പ്രചോദയാൻ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഓം ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്ത്ര പ്രചോദയാൻ. ഇതിപ്പോൾ ഇനി നിങ്ങൾ ജപിക്കുന്നതിനകത്ത് അക്ഷരത്തോട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്വാമിയോടുള്ള ഭക്തി മതി. പറഞ്ഞ് മനസ്സിലായി? അത് ഞാൻ അതിനൊരു കാര്യം പറഞ്ഞുതരാം. അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞു കഴിഞ്ഞ് പറയാം.
അപ്പോൾ നിങ്ങൾക്ക് സ്വാമിയുള്ള ഭക്തിയാണ് പ്രധാനം. ഇത് 3 തവണ ജപിച്ചിട്ട് കർപ്പൂരം തൊട്ട് ജപിക്കണം. എന്നിട്ട് സ്വാമി എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ, സമ്പത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ ഏത് തകർന്ന ബിസിനസ്സുകളും ക്രമേണ രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്കൊരു കച്ചവട സ്ഥാനം കൊണ്ട് ചെയ്ത് നോക്കുക. അതുപോലെ വീട്ടിലും അതുപോലെ ചെയ്യാം. വീട്ടിലെ കലഹങ്ങൾ മാറും. ഈ വീട്ടിൽ ഇപ്പം കലഹങ്ങളെ, അതുപോലെ ചില വീടുകളിൽ ഈ കലഹങ്ങൾ മാറത്തില്ല. അതിന് കാരണം ചില നെഗറ്റീവ് എനർജികൾ ആ വീട്ടിൽ കാണും. അതിന് ഏറ്റവും ഫലപ്രദമായ കാര്യം, അത് ചിലപ്പോൾ നമ്മൾ പ്രേതബാധ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. നെഗറ്റീവ് എനർജി എന്ന് വിചാരിച്ചാൽ മതി. ചിലപ്പോഴുണ്ടാവും. അത് വേറൊന്നും ചെയ്യാൻ പോകണ്ട. അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു മന്ത്രം 3 തവണ ജപിച്ച് കർപ്പൂരം കത്തിച്ച് കർപ്പൂരത്തെ തൊട്ട് 3 തവണ ഈ മന്ത്രം ജപിച്ച് തൊടുക. സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ മതി. പുലിപ്പുറത്തിരിക്കുന്ന ഫോട്ടോ വെക്കരുത്, പുലിപ്പുറത്തല്ലാതിരിക്കുന്ന ഫോട്ടോ വെക്കണം. പിന്നെ ചൊവ്വാഴ്ച, മാസത്തിൽ ഒരു ചൊവ്വാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേരിൽ ഓരോ സാധാ ഗുരുതി, 100 രൂപയുടെ സാധാ ഗുരുതി, വലിയ പൈസ മുടക്കിയൊന്നും ചെയ്യരുത്. 100 രൂപയുടെ ഉണ്ട്, അത് ചെയ്താൽ മതി. അത് ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അത് ചെയ്താൽ മതി. തിരുമേനിക്ക് ദക്ഷിണങ്ങൾ കൊടുക്കുക. മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ചെയ്യുക. വീട്ടിലെ അവസ്ഥയെ മാറും. ഇത് സത്യമായിട്ട് എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യമാണ്. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ പറയും. ഇത് ചിലരെന്നാ ഒരു വീഡിയോ 2 വീഡിയോ കേൾക്കും, എന്നിട്ട് എന്നോട് ചോദിക്കും, സാറേ വീട്ടിൽ കലഹമാണ്, അല്ലെ അതാണ് ഇതാണ്. ഇതെല്ലാം ഞാൻ എത്രയോ വിശദമായിട്ട് എത്രയോ വീഡിയോയിൽ പറഞ്ഞാൽ അതൊന്നും കാണത്തില്ല. ഞാൻ തിരക്കിലിരിക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ചോദിക്കും. ഞാൻ പറയും ഞാൻ എത്ര കാര്യമായിട്ട് എത്ര വിശദമായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞു. പിന്നെ അത് തന്നെ എന്നോട് ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ച് പോവുക. ഞാൻ തിരക്കിയിരിക്കുന്ന സമയത്ത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ട് പിന്നെയും അത് ഞാൻ തന്നെ പിന്നെയും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് 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 ശരിയാണോ? നിങ്ങളത് കാണാൻ വേണ്ടിയില്ല ഞാനിടുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കാണുക വീഡിയോയിൽ പോയി. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു അക്ഷരത്തെറ്റ് വന്നാൽ പോലും ഫലം ലഭിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അതൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാനൊരാൾക്ക് ഒരിക്കൽ അഘോരികൾ ജപിക്കുന്ന ഒരു മന്ത്രം പറഞ്ഞു. ഒരു സാധാ വീട്ടമ്മയാണ്. അപ്പോൾ അവരുടെ വീട്ടിലൊരു ഐക്യത്തിന് വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത്. ഈ വീട്ടമ്മയ്ക്ക് ഇവർ തെറ്റിച്ചാണ് ജപിക്കുന്നത്. പക്ഷേ അത് അവർക്ക് ഭയങ്കര വിശ്വാസത്തിൽ അവർ ചെയ്യുന്നു. പക്ഷേ അക്ഷരങ്ങൾ പലതും തെറ്റിച്ചാണ് ജപിക്കുക. പക്ഷെ അവർക്കത് ഫലമായി. അവർക്ക് ആ കാര്യം നടന്നു കിട്ടി. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറി. അത്ഭുതകരമായിട്ട് ആ മന്ത്രം ജപിച്ച അവർക്ക് സിദ്ധമായി ആ മന്ത്രം. അപ്പം നമ്മളുടെ മനഃശുദ്ധിയാണ് പ്രധാനം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടോ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അനുഭവത്തിനനുസരിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുരൂരമ്മയാണെങ്കിലും കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ അവിടെ വലിയ മന്ത്രങ്ങളൊന്നുമല്ല, എൻ്റെ കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. അത് മതി, ഭഗവാൻ വിളി കേൾക്കും. അതുപോലെ മരപ്രഭു അമരപ്രഭു ആണെന്ന് ഭഗവാൻ പറഞ്ഞു. അമരപ്രഭുവും മരപ്രഭുവുമാണെന്നാണ് ഭഗവാൻ പറഞ്ഞു. അവിടെ ഒരു തെറ്റ് വന്നാലും ഭഗവാൻ ആ തെറ്റ് ശരിയുമാണെന്നാണ് പറഞ്ഞത്. മനഃശുദ്ധിയാണ് പ്രധാനം. പൂന്താനം കാവ്യം രചിച്ചപ്പോഴൊക്കെ ഭഗവാന് ആ വ്യാകരണത്തിലുള്ള തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ തെറ്റുകളും ഭഗവാൻ അത് ഭഗവാൻ ഇഷ്ടമായിരുന്നു. തെറ്റും ശരിയും ഭഗവാൻ തന്നെയാണ്. മനഃശുദ്ധിയിലാണ് കാര്യം. കാട്ടാളനായ രത്നാകരൻ ആ രാമരാമ എന്ന ഇത് ജപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനഃശുദ്ധി കൊണ്ടാണ് അദ്ദേഹം വാൽമീകിയായി തീർന്നത്. ആ മനഃശുദ്ധി അദ്ദേഹത്തിന് അറിവില്ല. അദ്ദേഹം ആ 2 അക്ഷരം ജപിച്ച് ആ മനഃശുദ്ധിയാണ് അവിടെ, ആ സമർപ്പണം മനഃശുദ്ധിയാണ് അവിടെ അദ്ദേഹത്തിനെ ചിരഞ്ജീവിയായ വാൽമീകിയാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും മനഃശുദ്ധിയാണ് പ്രധാനം എന്ന് കരുതി എല്ലാം തെറ്റിച്ച് ജപിക്കണമെന്നൊന്നുമല്ല പറഞ്ഞ്. നമ്മൾ കഴിവതും ശരിയായിട്ട് തന്നെ ജപിക്കണം. ഇനി ജപിക്കുമ്പോൾ അല്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാലും മനഃശുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാൻ തെറ്റും ശരിയും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അത് സ്വീകരിക്കും. പരമമായ അറിവാണ് പറഞ്ഞു തരുന്നത്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച രാവിലെ ഒരു 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കഴിവതും മൗനവ്രതം അനുഷ്ഠിക്കാവുന്ന ഒരു മൗനവ്രത അവസ്ഥ അനുഷ്ഠിക്കുക. എന്ന് വെച്ചാൽ ആഹാരമൊക്കെ കഴിക്കാനൊന്നും കുഴപ്പമില്ല, വെള്ളമൊക്കെ കുടിക്കുക. കഴിവതും സംസാരം, ഇനിയിപ്പം മൗനവ്രതമായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല. അപ്പം എങ്കിൽ കഴിവതും സംസാരം കുറച്ച് കഴിവതും ആവശ്യത്തിന് സംസാരിക്കുക.
കഴിവതും സംസാരം കുറയ്ക്കുക. അതായത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ അന്ന് വൈകിട്ട് 6 മണി വരെ ഒരു മൗനവ്രതം പോലെ, മൗനവ്രതം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇന്നത്തെ കാലത്ത് മൗനവ്രതം എടുക്കാൻ വലിയ പാടാണ്. നമ്മൾ മൗനവ്രതമായിട്ട് എടുക്കണമെന്നില്ല, നമുക്ക് അത്യാവശ്യം സംസാരിക്കാം, എങ്കിലും ആവശ്യമില്ലാത്തുള്ള സംസാരങ്ങൾ ഒഴിവാക്കി കഴിവതും മൗനം ആചരിക്കുക. നിങ്ങളും ചെയ്തു നോക്കുക, അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ ഈ ഒരുപാട് സംസാരിക്കുന്നതിനെക്കാട്ടിലും ജപിക്കുന്നതിനെക്കാട്ടിലും ഫലം ഈ മൗനത്തിനുണ്ട്. ഈ മൗനത്തിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്തിയതാണ് മഹർഷീശ്വരന്മാർ, യോഗിമാർ എല്ലാം. മൗനത്തിൻ്റെ ശക്തി അതെന്താ? മൗനത്തിന് ഇത്ര ശക്തി? മൗനം, നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ് മൗനം. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ് മൗനം. എന്ന് വെച്ചാൽ ഈശ്വരനെ കണ്ടിട്ട് ഈശ്വരാന്ന് കണ്ടു പറയുന്നതെന്നല്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ബോധം മൗനമായിരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ഉൾവലിയും, അകത്തേക്ക് വലിയും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതോടൊപ്പം പോകുന്നുണ്ട്. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചൊക്കെ ഉള്ളിലേക്ക് ഏകാഗ്രമാകും. ആ മനസ്സ്, ആ ബോധം പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകും. അങ്ങനെയാണ് നമുക്ക് ആ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മൗനം ഈശ്വരനോട് സംസാരിക്കുന്ന ഭാഷയാണെന്ന് അറിവുള്ളവർ അല്ലെങ്കിൽ വിവരമുള്ളവർ പറയുന്നത്. അല്ലാത്തൊരു ഇമ്മ വളവളവളാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ലാതെ ഒരുപാട് സംസാരിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ആ മൗനത്തിലാണ് ശക്തി ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മഹർഷീശ്വരന്മാരൊക്കെ ആ മൗനത്തിൽ ആ ലയിച്ചിരിക്കുന്നതിൻ്റെ രഹസ്യം? മൗനത്തിലാണ് നമ്മുടെ ശക്തി ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമുക്കങ്ങനെ മൗനത്തിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല. മിണ്ടിയാൽ പോലും ജീവിക്കാൻ പറ്റത്തില്ല, അപ്പോഴാണ് മിണ്ടാതിരുക. അതുകൊണ്ട് മാസത്തിൽ ഒരു ദിവസമെങ്കിലും രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ 12 മണിക്കൂർ അത്യാവശ്യം സംസാരിക്കുക. വ്യാഴാഴ്ച ഒരു കറുത്തവാവ് കഴിഞ്ഞിരുന്ന വ്യാഴാഴ്ച അത്യാവശ്യം സംസാരിക്കുക. കഴിവതും സംസാരം കുറച്ചൊന്ന് ശീലിക്കുക. അങ്ങനെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുക. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച ചെയ്താൽ. ഞാൻ അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതൊരു ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്. ഇതൊരു ചെറിയ വലിയ കാര്യമാണ്. ചെറിയ വലിയ കാര്യമെന്ന് വെച്ചാൽ എന്നാ? ചെറിയ കാര്യങ്ങൾ തന്നെയാണ് വലിയ കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന വലിയ കാര്യങ്ങളല്ല വലിയ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇത് വലിയ കാര്യമാണ്. ജീവിതം മാറ്റുന്ന വലിയ കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ മൗനത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുക. മൗനത്തിന് എന്തിനെ മാറ്റിമറിക്കാനുള്ള ഒരു പവർ നമുക്ക് നൽകും. ഈ മഹർഷീശ്വരന്മാരുടെ ഒക്കെ ശക്തി അതാണ്. പിന്നെ മൗനത്തിൽ തുടരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു നിഷ്കളങ്കത ഉണ്ടാകും. കുട്ടികളുടെ പോലെ ഒരു നിഷ്കളങ്കത. അതായത് നമ്മൾ വെറുതെ മൗനത്തിൽ ഇരിക്കുമ്പോൾ, മൗനത്തിൽ ഇരിക്കുക എന്ന് വെച്ചാൽ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാലും അത് ആ മൗനത്തിന് അത്ര പവർ കിട്ടത്തില്ല. മനസ്സിൽ ഒരു ചിന്തയില്ലാതെ മൗനത്തിൽ ഇരിക്കാൻ ശ്രമിക്കണം. ആ മൗനത്തിന് ആ ശക്തി കിട്ടും. അപ്പോൾ ആ മൗനത്തിലാണ് നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കതയിലേക്ക് വരുന്നത്. ഈ നിഷ്കളങ്കമായിട്ട് ഇരിക്കുന്ന മനസ്സിലാണ് ഈശ്വരൻ വിളയാടുന്നത്. ആ നിഷ്കളങ്കത തന്നെയാണ് ആ ഈശ്വരബോധവും. ആ നിഷ്കളങ്കതയിലാണ് പ്രപഞ്ചബോധം നമ്മളുമായിട്ട് കണക്റ്റ് ആകുന്നത്. ആ നിഷ്കളങ്കതയിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ നിഷ്കളങ്കത തന്നെയാണ് ശിവനും. ആ മൗനത്തിലുള്ള നിഷ്കളങ്കത, അതാണ് ശിവൻ. ശിവനിൽ അങ്ങനെ ലയിച്ച് വിദ്യ ചെയ്യുന്നവരാണ് ഞാനൊക്കെ. പറഞ്ഞ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നമുക്കൊക്കെ ധാരാളം രീതിയിൽ പൈസ ഉണ്ടാക്കാമായിരുന്നു. ഒരുപാട് ശിഷ്യന്മാരെയൊക്കെ കിട്ടുമായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ പറയുന്ന പോലുള്ള ശിവവിദ്യകൾ ആരും പറയത്തില്ല. ഇഷ്ടംപോലെ ശിഷ്യന്മാരെ ഒരു വാട്സപ്പ് അല്ല ഈ യൂട്യൂബ് വീഡിയോയിൽ ഒരു വോയിസ് ഇട്ടാൽ മതി, ഞങ്ങൾക്ക് വിദ്യ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ഇഷ്ടം പോലെ വരും, കടൽ പോലെ വരും. കാരണം 10 വർഷത്തിലേറെ എത്രയോ ലക്ഷം ആളുകൾ നമ്മൾ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ പരമമായ ആ മൗനത്തിൻ്റെ നിഷ്കളങ്കതയിലിരിക്കുന്നതാണ്. ആ മൗനത്തിൻ്റെ നിഷ്കളങ്കതയെന്ന് പറഞ്ഞാൽ ശൂന്യതയോ ഒന്നുമില്ലായ്മയോ, അതാ ശിവൻ. അതിലിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ വിദേശത്തു നിന്നും ഒക്കെ ആളുകൾ വരാനും അവർ വന്നു കഴിഞ്ഞാൽ അതുപോലുള്ള ഗുണങ്ങളും ഉണ്ടായേനെ. പക്ഷെ ഞാൻ അവരൊന്നും വരണ്ടെന്ന് പറഞ്ഞു. വിദേശമെന്ന് പറഞ്ഞാൽ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞു ആരും വരണ്ടെന്ന് പറഞ്ഞു. ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ, കാരണം
ഞാനായിട്ടിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ മൗനത്തിലെ നിഷ്കളങ്കതയായ ശിവന് ലയിച്ചിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ സാമ്പത്തികം ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതല്ലല്ലോ. നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യണം, പക്ഷെ അതിനപ്പുറം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നമ്മൾ ആ ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിക്കുക. അതാണ് ഈ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യം. അവസാനം ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത ചില നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, ഇപ്പം ഞാൻ എത്രയോ ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങൾ കൊണ്ടും ജീവിതം മാറി ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പുണ്യത്തിന് വേണ്ടിയല്ല പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ്. അപ്പോൾ അത് ഞാൻ മരിച്ചു പോകുമ്പോൾ, എൻ്റെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ചെയ്ത ആ നന്മകൾ കൊണ്ട് ഒരു നേരമെങ്കിലും ഒരാൾ സന്തോഷമായിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതം മാറിയെങ്കിൽ അത് മതി എനിക്ക്. അല്ലാതെ കുറേ ശിഷ്യന്മാരെ സമ്പാദിക്കാനോ കുറേ പേരും പ്രശസ്തിയോ അല്ലെങ്കിൽ കുറേ വലിയ ഒരു സാമ്പത്തികത്തിലേക്ക് പോകുമോ, അപ്പം ഞാനല്ലാതാവും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ജീവിക്കാൻ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അത്രയും മതി. ബാക്കി നമ്മൾ ആ നിഷ്കളങ്കതയിൽ ആ ശിവനിൽ ലയിച്ചിരിക്കണം. അത് മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല, മറ്റാരും സർട്ടിഫിക്കറ്റും വേണ്ട. നമ്മളോട് തന്നെ സത്യസന്ധനായാൽ മതി. അത് മറ്റാർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ഈ ലോകത്തിന് മുഴുവൻ സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ നല്ല വ്യക്തികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥരായിട്ടുള്ള വ്യക്തികളെയാണ്. സ്വാർത്ഥത ഉള്ളവരെ എനിക്ക് ഇഷ്ടമേ അല്ല. സ്വന്തം അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നവരോട് എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം നിസ്വാർത്ഥമായ നിഷ്കളങ്കതയുള്ള കുറേ ആളുകളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഉള്ളവരാണ്. ആ ഈശ്വരീയത എനിക്ക് അവരെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ആ ഈശ്വര്യതയെ അറിയാൻ പറ്റുന്നു. അതായത് വലിയ വലിയ പൊസിഷനിൽ ഇരുന്നാൽ പോലും സാധാരണക്കാരോട് കരുണ കാട്ടുന്നവർ, മറ്റുള്ളവർക്ക് തന്നാലാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ള കുറേ നല്ല ആളുകളെ എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ 90% സ്വാർത്ഥന തന്നെയാണ്. 10% അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ 30% ഒക്കെ ചില നല്ല വ്യക്തികളെയും കാണാൻ എൻ്റെ ജീവിതത്തിൽ കുറേ നല്ല ആളുകളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും ആ പരമേശ്വരനോട് നന്ദി പറയുന്നു. ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറയുന്നു, ജീവിച്ചിരിക്കുന്നിടത്തോളം നാൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി ഉടനെ എന്നോട് ആരെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കരുത്. കാരണം അത് ചൂഷണം ചെയ്യാനല്ലേ പറയുന്നത്. നിങ്ങളോട് സത്യസന്ധനാകുക. നമ്മളിപ്പോൾ പലർക്കും പല കാര്യങ്ങളും, നമ്മൾ പല സഹായങ്ങളും അല്ലെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്, അത് നമ്മളോട് തന്നെ ബോധ്യപ്പെട്ട. പക്ഷേ നമ്മളെ ആരും ചൂഷണം ചെയ്യാൻ നമ്മളതിന് നോക്കില്ല. ഇപ്പം നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊരു നല്ല സഹായങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരുത്തം വന്നേച്ച് എന്നെ സഹായിക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ അത് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. കാരണം ഇത് തൊഴിലാക്കി നടക്കുന്ന ഫ്രോഡുകൾ ഒരുപാടുണ്ട്, ചൂഷണം ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ളവരെ നമ്മുടെ ഏരിയയിൽ അടുപ്പിക്കരുത്. നമുക്ക് ബോധ്യമാകുന്നത് നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ അതാരും അറിയുകയും ചെയ്യരുത്, ആരും ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക, അത് ഈശ്വരനാണ്. ഒന്നുമില്ലെങ്കിൽ പോലും ഒരാൾക്ക് ഒരു നേരം സന്തോഷം പോലും കൊടുത്താൽ അത് ഈശ്വരനാണ്. സന്തോഷമായിട്ടത് ചിരിച്ചാൽ, ഉള്ളിൽ നിന്ന് ഒരാൾക്കൊരു നേരം ഒരു മനസ്സിന് സമാധാനം കൊടുക്കാൻ പറ്റിയാൽ അത് ഈശ്വരനാണ്. ചില ഡോക്ടർമാരുണ്ട്, അവർ രോഗികളെ കാണുമ്പോൾ ചിലർ പേടിപ്പിക്കും, ചിലർ അവർ ആ രോഗികളെ ആശ്വസിപ്പിക്കും. അപ്പം തന്നെ അവരുടെ രോഗം പകുതി മാറും. അവർ ഈശ്വര തുല്യത, അതാണ് ഈശ്വരൻ. അത് ഈശ്വരന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളും എൻ്റെ അറിവെന്ന് പറയാൻ പറ്റില്ല, എനിക്കൊരറിവുമില്ല. ഞാനൊരു വട്ടപൂജ്യമാണ്, ശൂന്യതയാണ്. ആ മൗനത്തിലെ നിഷ്കളങ്കതയായ ആ ശൂന്യതയാണ്. എങ്കിലും എനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം, അല്ലെ തള്ളിക്കളയാം, അല്ലെ എൻ്റെ അറിവില്ലായ്മയെന്ന് കരുതിയാൽ മതി. ചിലർക്ക് ദഹിക്കണമെന്നില്ല. എനിക്കറിവില്ലെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് അറിവുണ്ട്, ഇരുന്നോട്ടെ. ഇനി ഞാൻ പറഞ്ഞ് ശരിയെന്ന് ബോധ്യമുള്ളവർ അത് ചെയ്താൽ അവർക്ക് ആ ഈശ്വരാനുഭവം ഉണ്ടാവും.
ആവശ്യമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തൊരു തള്ളിക്കളയുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ ആ ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ ഈശ്വരാനുഭവത്തിൽ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.